ശ്രീമദ് ഭഗവത്ഗീതയിലെ 8-ാം അധ്യായമായ അക്ഷരബ്രഹ്മയോഗമാണ് ഇതിൽ വിചാരം ചെയ്യുന്നത്. വിജ്ഞാനങ്ങളെക്കുറിച്ച് സമഗ്രമായി പ്രതിപാദിച്ചതിന് ശേഷം ഒരിക്കലും നശിക്കാത്ത വസ്തു ബ്രഹ്മം, അതിനെക്കുറിച്ചാണ് ഭഗവാൻ ഇവിടെ പറയാൻ പോകുന്നത്. ക്ഷരം എന്ന് പറഞ്ഞാൽ നശിക്കുന്നത്, ഉണ്ടായി നിലനിന്ന് നശിക്കും. അതാണ് ഈ പ്രപഞ്ചത്തിലെ സർവ്വതും. അക്ഷരം എന്നാൽ ഒരിക്കലും നശിക്കാത്തത്, അതാണ് സർവീശ്വരൻ, അതാണ് ബ്രഹ്മം. ബ്രഹ്മത്തിനെ ആർക്കും നിർവചിക്കാനാവില്ല. ഉപനിഷത്ത് ചൂണ്ടിക്കാണിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്തിൽ നിന്നാണ് ഈ കാണുന്നതെല്ലാം ഉണ്ടായത്? എന്തിൻ്റെ വൈഭവം കൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ നിലനിൽക്കുന്നത്? എന്തിലേക്കാണ് എല്ലാം വിലയം പ്രാപിക്കുന്നത്? എന്നിട്ടും എന്താണ് അവശേഷിക്കുന്നത്? അതാണ് ബ്രഹ്മം. നീ അതിനെ അറിയൂ എന്നാണ് ഉപനിഷത്ത് ഋഷി ശിഷ്യനോട് പറയുന്നത്. ഭഗവാൻ ആ ബ്രഹ്മസ്വരൂപത്തെ തന്നെയാണ് അർജുനന് ഈ അധ്യായത്തിൽ വിവരിച്ചു കൊടുക്കുന്നത്. ഭഗവാൻ പറയുന്നു, അക്ഷര വസ്തുവായ ബ്രഹ്മത്തെ അറിയണം. അർജുനന്റെ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഭഗവാൻ സംസാരിക്കുന്നത്. അർജുനൻ ചോദിക്കും, എന്താണ് അധിദൈവം, എന്താണ് അധ്യാത്മം, എന്താണ് അധിഭൂതം എന്നൊക്കെ. ഇതൊക്കെ സാങ്കേതികമായ പദങ്ങളാണ് വേദാന്തത്തിലെ. എല്ലാം ബ്രഹ്മത്തിൻ്റെ വിശേഷണങ്ങളാണ് എന്നറിയുക. ഇങ്ങനെയുള്ള ബ്രഹ്മത്തിനെയാണ് സദാ സ്മരിക്കേണ്ടത്. ഇങ്ങനെയുള്ള ബ്രഹ്മത്തിനെയാണ് മരണകാലത്തും കൂടി സ്മരിക്കേണ്ടത്. ജീവൻ ദേഹം വെടിഞ്ഞു പോകുന്ന അവസരത്തിൽ പൂർണ്ണമായും ആ ബ്രഹ്മത്തിനെ അറിഞ്ഞിരിക്കും ഇതിനെ സ്മരിക്കുന്നവൻ എന്നുകൂടി ഭഗവാൻ പറയുണ്ടായിട്ടുണ്ട്. അവിടുന്നാണ് അർജുനന്റെ ചോദ്യം, ഭഗവാനെ, മരണസമയത്ത് എങ്ങനെയാണ് ഒരുവൻ ഈ ബ്രഹ്മസ്മരണയൊക്കെ നിലനിർത്തുന്നത്? ഭഗവാൻ പറയും, ഏത് കാര്യമാണോ ജീവിതം മുഴുവനും പ്രാധാന്യം കൊടുത്ത് ചിന്തിച്ചുകൊണ്ടിരുന്നത്, അത് തന്നെയാണ് ജീവൻ ശരീരത്തിൽ നിന്ന് പോകുമ്പോൾ ഒരുവൻ ചിന്തിക്കുന്നത്. എന്താണോ ചിന്തിക്കുന്നത്, എന്താണോ ഭാവന ചെയ്യുന്നത്, അതനുസരിച്ചായിരിക്കും പിന്നെയുള്ള അവൻ്റെ ജീവൻ്റെ ഗതി. പെട്ടെന്ന് അവസാന കാലത്ത് മാത്രം ഭഗവത് സ്മരണ ഉണ്ടാക്കാം എന്ന് കരുതിയാൽ അത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമാവില്ല. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, തസ്മാത് സർവേഷു കാലേഷു മാമനുസ്മര യുദ്ധ്യച്ച. എപ്പോഴും സദാ എന്നെ സ്മരിച്ചുകൊണ്ടിരിക്കൂ അർജുന. അർജുന യുദ്ധക്കളത്തിലായതുകൊണ്ട് സദാ എന്നെ സ്മരിച്ചുകൊണ്ട് തന്നെ നീ യുദ്ധം ചെയ്യൂ. ഒരു നിമിഷം പോലും വിട്ടുപിരിയാത്ത ഭഗവത് സ്മരണ, അതാണ് ഒരുവന് ആവശ്യം. ഇല്ലെങ്കിൽ മരണകാലത്ത് മാത്രം ഭഗവാനെ ചിന്തിക്കാൻ പറ്റില്ല. ഭാഗവതത്തിൽ ജഡഭരതൻ്റെ കഥയുണ്ട്. എല്ലാം ഉപേക്ഷിച്ച്, രാജ്യവും രാജകൊട്ടാരങ്ങളും സ്ഥാനമാനങ്ങളും എല്ലാം ഉപേക്ഷിച്ച് ഭരതൻ സന്യാസവൃത്തി സ്വീകരിച്ച് വന്നയാളാണ് ആശ്രമത്തിൽ. പക്ഷേ ആ അവസാന കാലത്ത് ഒരു തള്ളയെ പിരിഞ്ഞ ആൺകുട്ടിയെ രക്ഷിക്കാനായിട്ടൊരു ശ്രമം നടത്തുന്നുണ്ട്. രക്ഷിച്ചു എന്നത് നല്ല കാര്യം. പക്ഷേ പിന്നെ അതിനോട് ഒട്ടലുണ്ടായി. എൻ്റെ മരണശേഷം ആരാണ് ഇതിനെ പരിപാലിക്കുക? എൻ്റെ ഇവനെ നോക്കുമോ, പരിചരിക്കുമോ? മറ്റു കാട്ടുമൃഗങ്ങൾ വന്ന് ഇവനെ കൊല്ലുമോ? ഇങ്ങനെയൊക്കെയുള്ള വിചാരത്തിൽ പെട്ടിരിക്കുമ്പോഴാണ് ഭരതൻ്റെ അന്ത്യം. അതുകൊണ്ട് പിന്നത്തെ ജന്മം ഒരു മാനായിട്ട് ജനിക്കും. ഇത് പറഞ്ഞു തരുന്നത് തസ്മാത് സർവേഷു കാലേഷു മാമനുസ്മര യുദ്ധ്യച എന്ന ഭഗവാന്റെ വാക്കുകളിലാണ്. ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഭഗവാനെ സ്മരിക്കാം.
ദൈനംദിന ജീവിതം, ഔദ്യോഗിക ജീവിതം, വിദ്യാർത്ഥി ജീവിതം, ജീവിതത്തിൻ്റെ സായാഹ്നം, എല്ലാ സമയത്തും സദാ ഭഗവാനെ സ്മരിക്കാം. ഭാഗവതത്തിലെ ഗോപസ്ത്രീകൾ തന്നെ ഉദാഹരണം. പശുക്കുട്ടികളെ കുളിപ്പിക്കുമ്പോഴും പാല് കറക്കുമ്പോഴും തൈര് കടയുമ്പോഴും അവരുടെ ഉള്ളിൽ വിട്ടുപിരിയാത്ത ഭഗവത് സ്മരണയുണ്ട്. അവർ ശ്രീകൃഷ്ണനെ പരമാത്മാവായി തന്നെ കാണുകയും ചെയ്തു. അവർ പറയുന്നുണ്ട്, നഖലു ഗോപിക നന്ദനോ ഭവാൻ അഖിലദേഹിനാം അന്തരാത്മദൃക്ക്. കൃഷ്ണ, നീ വെറുതെ ഒരു ഗോപപാലനല്ല, ഞങ്ങൾക്കറിയാം നീ സർവചരാചരങ്ങളുടെയും ഉള്ളിൽ കുടികൊള്ളുന്ന അന്തരാത്മാവാണ്. ഇങ്ങനെ സ്മരിക്കണം. ജീവിതത്തിലെ ഈ സായുധ സമരം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള സ്മരണ അതുള്ളവർക്ക് അന്ത്യയാത്ര അത് ചെന്ന് എത്തുന്നത്, ആ ജീവൻ വീണ്ടും ശരീരം സ്വീകരിക്കാനൊരു അവസരം ഉണ്ടാവില്ല. യദ്ഗത്വാന നിവർത്തന്തേ തത്താമ പരമം മമ എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. എവിടെ ചെന്നാലാണോ പിന്നെ ഒരു തിരിച്ചുവരവില്ലാത്തത്, ആ സ്ഥാനത്തെത്താൻ കഴിയും. അതിന് ഭഗവാൻ ബ്രഹ്മത്തിൻ്റെ സ്വരൂപം അർജുനന് വർണ്ണിച്ചു കൊടുക്കുകയാണ്. കവിം പുരാണമനുശാസിതാരം അണോരണീയാം സമനുസ്മരേദ്യഃ സർവസ്യ ധാതാരമചിന്യമീശം ആദിത്യവർണം തമസഃ പരസ്താത്. സർവീശ്വരൻ കവിയാണ്. കവി എന്ന് പറഞ്ഞാൽ കവിത എഴുതുന്ന ആൾ എന്നല്ല അർത്ഥം. ക്രാന്തദർശി, ഭഗവാനെ പോലെ എല്ലാം അറിയുന്നവൻ ആരാണുള്ളത്? സർവജ്ഞൻ. ഭഗവാൻ പുരാണനാണ് എന്നുവെച്ചാൽ പണ്ടേ ഉള്ളതാണ്, ഇപ്പോഴും ഉള്ളതാണ്, എന്നുള്ളതാണ്. എല്ലാറ്റിൻ്റെയും നിയാമകനാണ്, എല്ലാറ്റിൻ്റെയും പ്രഭുവാണ്. സ്വപ്രകാശ വസ്തു, അത് സ്വയം ജ്യോതിയാണ്. അതിനെ പ്രകാശിപ്പിക്കാൻ മറ്റൊരു പ്രകാശം ഇല്ല. മറ്റെല്ലാ വസ്തുക്കളും അതിൻ്റെ പ്രകാശത്തിലാണ് പ്രകാശമുള്ളതായി തീരുന്നത്. ഇരുട്ടിനപ്പുറത്താണത്. തമസഃ പരസ്താത്. അങ്ങനെയുള്ള സർവീശ്വരനെ ആണ് സ്മരിക്കേണ്ടത്. പ്രയാണകാലത്തും അന്ത്യകാലത്തും ഈ അന്തരാത്മാവിനെ തന്നെയാണ് സ്മരിക്കേണ്ടത്. അതിന് ഭഗവാൻ അർജുനന് ഉപദേശിക്കുന്ന ഒരു മാർഗമാണ് ഓംകാരോപാസന. ഓംകാരം എന്നാൽ ബ്രഹ്മത്തിൻ്റെ പര്യായം എന്നാണ് അർത്ഥം. അത് ബ്രഹ്മവാചിയായ ഒരു ശബ്ദമാണ്. ഓം, അതിൽ 3 മാത്രകളുണ്ട്. ആ, ഓ, മ. അത് ഈ ജീവന്റെ തന്നെ 3 അവസ്ഥകളെയാണ് കാണിക്കുന്നത്. പ്രതീകമാണത്. നമ്മളൊക്കെ ഉണർന്നിരിക്കുന്ന ഒരവസ്ഥ ജാഗ്രത അവസ്ഥ, നമ്മൾ ഉറങ്ങുന്ന അവസ്ഥ സുഷുപ്തി, നമ്മൾ സ്വപ്നം കാണുന്ന അവസ്ഥ സ്വപ്നം. ഈ 3 അവസ്ഥകളെയാണ് ഈ ഓംകാരം പ്രതിനിധീകരിക്കുന്നത്. ഒരു ഓംകാരം ജപിച്ച് അടുത്തത് ജപിക്കുന്നതിന് മുമ്പ് ഒരു നിശ്ചലതയുടെ നിമിഷമുണ്ട്. അതിനെ ഒന്ന് ശ്രദ്ധിക്കണം. എൻ്റെ പരമാത്മാവിൻ്റെ പര്യായമായിട്ടുള്ള ബ്രഹ്മവാചിയായിട്ടുള്ള ആ ഓംകാരോപാസനയിലൂടെ നമുക്ക് കിട്ടുന്ന ശാന്തി അവിടെ കാണാം. യാന്ത്രികമായിട്ട് ഓംകാരം ജപിച്ചാൽ ഒരിക്കലും നമുക്ക് ശാന്തി കിട്ടില്ല. മനസ്സിനെ നിയന്ത്രിച്ച് ഇന്ദ്രിയങ്ങളെയെല്ലാം നിയന്ത്രിച്ച് ഏകാഗ്രതയോടുകൂടി ഓംകാരോപാസന ചെയ്യുന്നവൻ ബ്രഹ്മത്തിലെത്തും, അവൻ ഈശ്വരനിലെത്തും. ഈശ്വരനിൽ എത്തിയാൽ പിന്നെ തിരിച്ചു വരവില്ല. പിന്നെ അത് പരമാത്മാവുമായി ഏകീഭവിക്കും. അതാണ് ആത്മസാക്ഷാത്കാരം, ജീവബ്രഹ്മ ഐക്യം, മുക്തി, മോക്ഷം എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ മരിച്ചിട്ട് കിട്ടേണ്ടതല്ല. ഈ ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ അദ്യൈവ ഇഹൈവ ഇവിടെ തന്നെ കിട്ടേണ്ടതാണ്. വേറെ ഏത് ലോകത്ത് ചെന്നാലും
നമ്മളിങ്ങോട്ട് തിരിച്ചു വരേണ്ടി വരും. ബ്രഹ്മാവിൻ്റെ ലോകത്തെക്കുറിച്ച് ഭഗവാൻ വിസ്തരിച്ച് പറയുന്നുണ്ട് അർജുനനോട്. അർജുന, സൃഷ്ടികർത്താവായ ബ്രഹ്മാവിൻ്റെ ലോകമാണ് സത്യലോകം. ബ്രഹ്മാവിൻ്റെ ഒരു പകൽ എന്ന് പറഞ്ഞാൽ 1000 ചതുർയുഗങ്ങളാണത്രേ. ഒരു രാത്രി എന്ന് പറഞ്ഞാൽ 1000 ചതുർയുഗങ്ങളാണ്. അപ്പോൾ 2000 ചതുർയുഗങ്ങൾ ചേർന്നതാണ് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം. പകല് മുഴുവനും ബ്രഹ്മാവ് സൃഷ്ടികർമ്മങ്ങളിൽ ഏർപ്പെടും. രാത്രി ഈ സൃഷ്ടിച്ചവയെല്ലാം തന്നിൽ തന്നെ ലയിപ്പിച്ചിരിക്കും. വീണ്ടും ഒരു പകൽ തുടങ്ങുമ്പോൾ ഈ ലയിപ്പിച്ച വസ്തുക്കളെല്ലാം വീണ്ടും സൃഷ്ടിക്കും. അപ്പോൾ അവിടെയും പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം, പോക്കുവരവ് തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പം ബ്രഹ്മാവിൻ്റെ ലോകത്ത് പോയാലും ഇവിടെ തിരിച്ചു വരേണ്ടി വരും. അപ്പോൾ സത്യലോകമൊന്നും നമ്മുടെ ലക്ഷ്യമല്ല എന്നറിയണം. ഇവിടെ മരണാനന്തരം ജീവൻ്റെ ഗതി 2 വഴിക്കാണ്. അത് ഭഗവാൻ വിസ്തരിച്ച് അർജുനനെ പറഞ്ഞു കേൾപ്പിക്കുന്നുണ്ട്. 1 ഉത്തരായണ മാർഗം, 2 ദക്ഷിണായന മാർഗം. വെളിച്ചത്തിൻ്റെ മാർഗമാണ് ഉത്തരായണം, 6 മാസക്കാലം. ഉത്തരായണ മാർഗത്തിലൂടെ ചരിക്കുന്ന ജീവൻ പരമാത്മാവിലെത്തും, അവന് മുക്തിയാണ്. ദക്ഷിണായനത്തിലൂടെ ചരിക്കുന്ന ജീവൻ അവിടെ തമസ്സാണ്, കട്ടിപിടിച്ച ഇരുട്ട്. ആ യാത്രയുടെ അവസാനം അവൻ എത്തിച്ചേരുന്നത് ഈശ്വരൻ്റെ ലോകത്തിലല്ല, പരമാത്മാവിലുള്ള ലയ അവന് സാധ്യമല്ല. സുഹൃതം ചെയ്ത ജീവനാണെങ്കിൽ പുണ്യലോകങ്ങളിൽ പോകും. പക്ഷേ പുണ്യം ക്ഷയിക്കുമ്പോൾ വീണ്ടും വരണം ഇവിടെ തന്നെ. ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി എന്ന് ഗീത. അതുപോലെ തന്നെ ദുഷ്കൃതങ്ങൾ ചെയ്തവൻ നരകഫലം അനുഭവിച്ചു കഴിയുമ്പോൾ വീണ്ടും ഇവിടെ തന്നെ വരണം. തിരിച്ചു വരവില്ലാത്ത ഒരിടം എന്ന് പറയുന്നത് പരമപദം മാത്രമാണ്. അതാണ് സർവീശ്വരനുമായിട്ടുള്ള ലയം. അതാണ് ഒരു ജീവൻ ലക്ഷ്യമാക്കേണ്ടതും, അതാണ് ഒരു ജീവൻ്റെ ലക്ഷ്യവും. ലക്ഷ്യത്തിലെത്തുന്നത് വരെ ഈ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷേ അർജുന, ഈ ഉത്തരായണ മാർഗവും ദക്ഷിണായന മാർഗവും എല്ലാം അറിയുന്ന യോഗികൾ ഇതിലൊന്നും കുടുങ്ങില്ല. അവരൊരിക്കലും വ്യാമോഹത്തിൽപ്പെട്ട് ഉഴലുകയില്ല. അവർക്ക് അജ്ഞതയിൽ നിന്ന് ആഗ്രഹം ജനിക്കില്ല, ആഗ്രഹത്തിൽ നിന്ന് കാമം ജനിക്കില്ല, കാമത്തിൽ നിന്ന് പിന്നെ കർമ്മം ജനിക്കില്ല, കർമ്മത്തിൽ നിന്ന് പിന്നെ ജന്മവും ഉണ്ടാവുകയില്ല. എവിടെ പോയാലാണോ പിന്നൊരു മടങ്ങി വരവ് ഇല്ലാത്തത്, ആ പദത്തിൽ അവരെത്തിച്ചേരും. അതാണ് പരമാത്മാവിൻ്റെ നിലയം എന്ന് പറയാം. അവിടെ എത്താനാണ് ശ്രമിക്കേണ്ടത്, അവിടെ എത്താനാണ് ഭഗവത് കൃപ ആവശ്യമുള്ളത്. മനുഷ്യപ്രയത്നവും ഭഗവത് കൃപയും ഒരുമിക്കുന്നിടത്ത് അസാധ്യമായി യാതൊന്നുമില്ല. ഭഗവാൻ അർജുനനെ ഓർമ്മിപ്പിക്കുകയാണ്. വേദാധ്യയനങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട് ഈശ്വരനെ അറിയാൻ, തപസ് ചെയ്യുന്ന ആളുകളുണ്ട് ഈശ്വരനിൽ എത്താൻ, യാഗവും യജ്ഞവും ചെയ്യുന്ന ആളുകളുണ്ട് ഈശ്വരപ്രീതിക്കായിട്ട്. പക്ഷേ ഇതൊന്നും അവനെ അവൻ്റെ പരമമായ ലക്ഷ്യത്തിൽ എത്തിക്കുകയില്ല. പരമമായ ലക്ഷ്യത്തിലെത്തുന്നവൻ ഒരേ ഒരുവൻ മാത്രമാണ്, ധ്യാനയോഗി. ആരാണോ ലോകവിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ പിൻവലിക്കുന്നത്, മനസ്സിനെ പിൻവലിക്കുന്നത്, ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും പരമാത്മാവിൽ ലയിപ്പിക്കാനുള്ള പ്രയത്നം ചെയ്യുന്നത്, അവനാണ് ധ്യാനയോഗി, അവനാണ് ഉത്തമൻ. ഇതോടെ ശ്രീമദ് ഭഗവത്ഗീതയിലെ 8ാം അധ്യായമായ അക്ഷര ബ്രഹ്മയോഗം ഉപസംഹരിക്കുകയാണ്.